അടുത്തത് ഇൻഫ്രാറെഡ് വേവ്സ്. നോക്കാം നമുക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ, അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എന്താണ്, വേവ് ലെങ്ത് റേഞ്ച് എന്താണ്, അതിൻ്റെ യൂസസ് എന്താണ്. ആദ്യത്തെ പോയിന്റ്, ദീസ് വേവ്സ് ദാറ്റ് ഈസ് ഇൻഫ്രാറെഡ് വേവ്സ് ആർ ഓൾസോ കോൾഡ് ആസ് ഹീറ്റ് വേവ്സ്. നമുക്ക് വേണമെങ്കിൽ ഇൻഫ്രാറെഡ് വേവ്സിനെ ഹീറ്റ് വേവ്സ് എന്ന് വിളിക്കാം. അതിന് കാരണം വളരെ ചൂടുള്ള ബോഡീസ് പുറത്തേക്ക് വിടുന്ന വേവ്സാണ് ഇൻഫ്രാറെഡ് വേവ്സ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സണ്ണിൽ നിന്ന് വരുന്ന UV റേസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വിസിബിൾ ലൈറ്റ് വരുന്നുണ്ട്. അതോടുകൂടി തന്നെ വരുന്ന ഒരാളാണ് നമ്മുടെ ഇൻഫ്രാറെഡ് വേവ്സ്. ചൂടുള്ള വസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വേവാണ് ഇൻഫ്രാറെഡ് വേവ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ അവരെ ഹീറ്റ് വേവ്സ് എന്ന് വിളിക്കാനായിട്ട് പറ്റും. അടുത്തത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മെയിൻറ്റെയിനിങ് ദ എർത്ത്സ് വാംത്ത്. നമ്മുടെ ഭൂമിയുടെ ചൂട് നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഒരു വേവാണ് ഇൻഫ്രാറെഡ് വേവ്. അതായത് ഇപ്പോൾ സണ്ണിൽ നിന്ന് വരുന്ന ആ ഒരു ഹീറ്റ്, ചൂട്, അതുപോലെ തന്നെ ലൈറ്റും പെട്ടെന്നൊരു ദിവസം ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ എർത്ത് തണുത്ത് ഉറഞ്ഞു പോകും. കാരണം സണ്ണിൽ നിന്ന് വരുന്ന ആ ഒരു ഇൻഫ്രാറെഡ് റേസ് അതല്ലെങ്കിൽ ഇൻഫ്രാറെഡ് വേവാണ് നമ്മുടെ എർത്തിൻ്റെ ചൂട് നിലനിർത്തുന്നത്. അതുകൊണ്ട് ആ ഒരു പോയിൻ്റ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ചാണ്. നമ്മുടെ ഇൻഫ്രാറെഡ് വേവ്സിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് 10⁻12 ഹെർട്സ് മുതൽ 10⁻14 ഹെർട്സ് വരെ. അടുത്തത് അതിൻ്റെ വേവ് ലെങ്ത് റേഞ്ചാണ് 1 മില്ലിമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെ. അപ്പോൾ ആ 4 പോയിന്റുകൾ ഓർത്ത് വയ്ക്കുക. ഇൻഫ്രാറെഡ് വേവ്സിന് നമുക്ക് വേണമെങ്കിൽ ഹീറ്റ് വേവ്സ് എന്ന് വിളിക്കാം. ആ IR റേസ് ആണ് നമ്മുടെ എർത്തിൻ്റെ ചൂട് നിലനിർത്തുന്നതിനായി നമ്മളെ സഹായിക്കുന്നത്. അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് 10⁻12 ഹെർട്സ് മുതൽ 10⁻14 ഹെർട്സ് വരെയാണ്. അതിൻ്റെ വേവ് ലെങ്ത് റേഞ്ച് 1 മില്ലിമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെയാണ്. ഇനി ഇൻഫ്രാറെഡ് വേവ്സിൻ്റെ കുറച്ച് യൂസസ് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇൻഫ്രാറെഡ് വേവ്സിനെ വേണമെങ്കിൽ നമുക്ക് ഹീറ്റ് വേവ്സ് എന്ന് വിളിക്കാം. വളരെയധികം ചൂടുള്ള വസ്തുക്കൾ പുറപ്പെടുവിക്കുന്ന ഒരു EM വേവാണ് ഇൻഫ്രാറെഡ് വേവ്സ്. അതല്ലെങ്കിൽ സണ്ണിൽ നിന്ന് വരുന്ന ആ ഒരു ഇൻഫ്രാറെഡ് വേവ്സ് ആണ് നമുക്ക്, അതൊരു ഹീറ്റ് വേവ് ആയതുകൊണ്ട് നമുക്ക് എർത്തിൻ്റെ വാംത്തിനെ അത് നിലനിർത്തുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കുറച്ച് യൂസസ്. അതായത് ഇൻഫ്രാറെഡ് വേവ്സിന് നമുക്ക് ഹീറ്റ് വേവ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് യൂസസ്. ആദ്യത്തേത്, ദീസ് ആർ യൂസ്ഡ് ഇൻ ഫിസിക്കൽ തെറാപ്പി. അതായത് ഇപ്പോൾ നമ്മുടെ ദേഹം ഇപ്പോൾ ഒരു ചെറിയൊരു ബാക്ക് പെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ സാധാരണ എന്താ ചെയ്യാറ്, നമ്മൾ ബാമൊക്കെ ചെറുതായിട്ട് പുരട്ടിയിട്ട് ചെറുതായിട്ട് ചൂട് പിടിക്കാറുണ്ട് അല്ലേ. വെള്ളം ഉപയോഗിച്ച്, വെള്ളം തിളപ്പിച്ച് അതിൽ കോട്ടൺ തുണിയൊക്കെ മുക്കി പിഴിഞ്ഞ് നമ്മൾ സാധാരണഗതിയിൽ ചൂട് പിടിക്കാറുണ്ട്. അതിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാൻ വേണമെങ്കിൽ ഇൻഫ്രാറെഡ് വേവ്സ് ഉപയോഗിക്കാം. ഹോസ്പിറ്റൽസിലൊക്കെ ഇതുപോലെ വെള്ളം ചൂടാക്കി ചൂട് പിടിക്കുക എന്നൊക്കെ പറയുന്ന ഒരു പക്ഷേ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ആരെ ഉപയോഗിക്കാം, ഇൻഫ്രാറെഡ് വേവ്സിന് ഉപയോഗിക്കാം. കാരണം അവർ ഹീറ്റ് വേവ്സാണ്. ഫിസിക്കൽ തെറാപ്പിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇൻഫ്രാറെഡ് വേവ്സിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അടുത്തത്, ദീസ് ആർ യൂസ്ഡ് ഇൻ സാറ്റലൈറ്റ് ഫോർ ആർമി പർപ്പസ് ഓർ മിലിറ്ററി പർപ്പസ്. സാറ്റലൈറ്റുകൾ, അതായത് പ്രധാനമായിട്ടും മിലിറ്ററി പർപ്പസിന് അതല്ലെങ്കിൽ ആർമി പർപ്പസിന് ഉപയോഗിക്കുന്ന സാറ്റലൈറ്റുകളിൽ അവർ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഫ്രാറെഡ് വേവ്സിനെ ഉപയോഗിക്കാറുണ്ട്. അടുത്തത്, ദീസ് ആർ യൂസ്ഡ് ഇൻ വെതർ ഫോർകാസ്റ്റിംഗ്. നേരത്തെ പറഞ്ഞു ഇൻഫ്രാറെഡ് വേവ്സ് എന്താണ്, ഹീറ്റ് വേവ്സ് ആണ്. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കൂടി ഇവർ സഞ്ചരിക്കുമ്പോൾ അവരിലുണ്ടാകുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന്. ആ രീതിയിൽ നമുക്ക് ആ വെതർ, കാലാവസ്ഥ നമുക്ക് നിരീക്ഷിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ആ ഒരു പോയിന്റ് അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദീസ് ആർ യൂസ്ഡ് ഇൻ വെതർ ഫോർകാസ്റ്റിംഗ്. ലാസ്റ്റത്തെ പോയിന്റ്, ദീസ് ആർ യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ഡീഹൈഡ്രേറ്റഡ് ഫ്രൂട്ട്സ്. സാധാരണഗതിയിൽ ഫ്രൂട്ട്സിനൊക്കെ നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങോട്ട് ഹീറ്റ് കൊടുത്തിട്ടാണ്. അപ്പോൾ അതിലത്തെ വാട്ടർ കണ്ടൻറ്റ് മുഴുവൻ ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. സൺലൈറ്റൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സുകളെ ഡീഹൈഡ്രേറ്റ് ചെയ്തെടുക്കാം. പക്ഷേ അതിനൊക്കെ ഒരുപാട് സമയം പിടിക്കും. അപ്പോൾ അതിന് പകരം നമുക്ക് ആരെ ഉപയോഗിക്കാം, ഇൻഫ്രാറെഡ് വേവ്സിന് ഉപയോഗിക്കാം. കാരണം അവർ ഹീറ്റ് വേവ്സാണ്. അപ്പോൾ ഹീറ്റ് വേവ്സ് ഉപയോഗിച്ച് വാട്ടർ കണ്ടൻറ്റ് ഇവാപ്പറേറ്റ് ചെയ്ത് കളഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സിനെ ഡീഹൈഡ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദീസ് വേവ്സ് ആർ യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ഡീഹൈഡ്രേറ്റഡ് ഫ്രൂട്ട്സ്. ഇത്രയുമാണ് ഇൻഫ്രാറെഡ് വേവ്സിൻ്റെ കുറച്ച് യൂസസ്.